ഹായ് ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോയുടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് വരെ സൺഡേയും ഓപ്പൺ ആയിരിക്കും. അല്ലാത്ത ദിവസങ്ങളിലും ഓപ്പൺ ആണ്. ഇനിയിപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ വരാൻ പറ്റാത്തവർക്ക് സൺഡേ വന്ന് പർച്ചേസ് ചെയ്യാം, ക്രിസ്മസ് വരെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൈറ്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന നെറ്റ് കോട്ടയിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് ക്രിസ്മസ് ബേസ്ഡ് ആയിട്ടും അല്ലാതെയും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസ് ആണ് വരുന്നത്. നമുക്ക് വേഗം കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല പ്യോർ വൈറ്റ് ആണ് സാരിയുടെ കളർ ഷെയ്ഡ് വരുന്നത്. അതിനകത്ത് ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലേക്കാണ് അതിന്റെ ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത്. അതിന്റെ ഉള്ളിൽ ചെറിയൊരു വൈൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ സാരിയുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. ഇതുപോലെയാണ് സ്കാറ്റേഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നു. അതാണ് അതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമുക്ക് ക്രിസ്മസിനൊക്കെ ചർച്ചിലോ അല്ലാതെ ഇനിയിപ്പോൾ അല്ലാതെ ആണെങ്കിൽ എല്ലാവർക്കും ഒക്കെ മാച്ചാവുന്ന, അതായത് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്ത് നിങ്ങൾക്ക് ഗ്രീൻ ഇപ്പം ഇതിനകത്ത് നമുക്ക് റണ്ണിങ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് വൈറ്റ് തന്നെ. പക്ഷെ അതിനേക്കാൾ എപ്പോഴും നല്ലത് റെഡോ അല്ലെങ്കിൽ ഗ്രീനോ പെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതാണ് സാരി വരുന്നത്. ഇതുപോലെ ഇവിടെ നമുക്ക് പ്ലീറ്റ്സ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത്, പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് മിഡിൽ പോർഷൻ ലോവർ പോർഷനിലേക്കാണ് അതിന്റെ ആ ഒരു വർക്ക് വരുന്നത്. പ്ലീറ്റ്സ് വരുന്നതിന്റെ താഴേക്കെല്ലാം കിട്ടും കേട്ടോ. ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ രണ്ട് സൈഡും ചെറിയൊരു ലേസ് കൊടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ കുഞ്ഞൊരു ലേസ് കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ അത് ഇത്രയും ഇവിടുന്ന് തന്നെ കിട്ടും കേട്ടോ. എല്ലാവർക്കും ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം മുതൽ കിട്ടും. എന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഫുള്ളായിട്ട് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ആ ഫ്ലവേഴ്സ് വരുന്നു. മുന്താണി വരെ അങ്ങനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഇതാ ഇങ്ങനെ വൈറ്റിൻ്റെ കൂടെ റെഡ് അല്ലെങ്കിൽ ഗ്രീനൊക്കെ കോമ്പിനേറ്റ് ചെയ്യുമ്പോൾ ബ്ലൗസ് പീസ് പെയർ ചെയ്യുമ്പം നല്ല രസമായിരിക്കുമേ. ഇതിനകത്ത് റണ്ണിങ് ആയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്, പ്ലെയിൻ ആയിട്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 1069 കേട്ടോ. ക്രിസ്മസിന് മാത്രമല്ല അല്ലാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് വരുന്നത്. ഇതിന് 4 പാറ്റേൺ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിൽ 4 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്ന് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ബേസ് ആയിട്ട് വൈറ്റ് തന്നെ വരുന്നു. ഇതിനകത്ത് റെഡിന്റെയും ഒരു വൈറ്റ് കളറിന്റെയും തന്നെ കോമ്പിനേഷനിലാണ് അതിന്റെ ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, സെൽഫായിട്ട് വൈറ്റ് കളറിൽ തന്നെ ത്രെഡിന്റെ ഒരു ലീഫ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലവർ മാത്രം ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇങ്ങനെ അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. സൈഡിൽ നല്ല ഭംഗിയായിട്ടുള്ള ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്ത് ലോവർ പാർട്ടിലേക്കാണ് ആ വർക്ക് വരുന്നത്. ഇത് ഇങ്ങനെ മുന്താണിയിലേക്ക് സെയിം ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ ആ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വൈറ്റ് കളറിൽ പ്ലെയിൻ ആയിട്ട് വരുന്നു. ഇങ്ങനെ ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും വൈറ്റ് സാരിയിൽ തന്നെ വൈറ്റ് കളറിന്റെയും ഒരു റെഡ് കളറിന്റെയും കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാണ് അതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. ഇതുപോലെയാണ് സ്റ്റെമ്മും ലീഫും എല്ലാം ആ ഒരു വൈറ്റ് ഷെയ്ഡിൽ തന്നെ ചെയ്തേക്കുന്നു. ഫ്ലവേഴ്സ് മാത്രമാണ് റെഡിൽ വരുന്നത്. എങ്ങനെയാണ് കേട്ടോ. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ എല്ലായിടത്തും ആ ലേസ് ഫിനിഷിങ് ചെയ്തേക്കുന്ന ലേസ് വെച്ചിട്ടാണ് കേട്ടോ. ഇതുപോലെ ബ്ലൗസ് പീസ് വരുന്നു പ്ലെയിൻ ആയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും ഒരു വൈറ്റിന്റെയും റെഡിന്റെയും കളർ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. പാറ്റേൺ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഇതുപോലെ വൈറ്റ് കളറിൽ സെൽഫായിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നത് അങ്ങനെ എടുത്ത് കാണുന്നില്ല, എന്നാലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഫ്ലവേഴ്സ് മാത്രം റെഡ് ഷെയ്ഡിൽ വരുന്നു. സൈഡ്സ് എല്ലാം ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മുന്താണി ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ പ്ലെയിൻ വൈറ്റിലാണ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. നമ്മുടെ ഇന്നത്തെ വൈറ്റ് സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.